അല്ലെങ്കിൽ ലേശം വിഷമായി കൊടുക്കും. കുടിച്ചു നോക്കി, അജുവായിച്ചാൽ മതിയല്ലോ, പ്രശ്നമല്ലോ. ഈ മർക്കസ് ദാവ വിഭാഗത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന അവിടെ പണ്ഡിത സഭയുടെ തലപ്പത്തുള്ള ആളാണ് CM മൗലവി. ഈ CM മൗലവി എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്ന് പറയുന്ന CH മുസ്തഫ മൗലവിയുടെ തനിച്ച കുഫരിയത്തിൻ്റെ ഈ പുസ്തകത്തിന് അവതാരികയില്ല. അതായത് ഇവർ ഖുർആൻ നിഷേധികളാണ്. അഥവാ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ നിഷേധിച്ച് പോകുന്നവരാണ് എന്ന് 3 കാര്യങ്ങൾ. അതൊന്ന്, അവരുടെ ഇപ്പം ഇറങ്ങിയ വെളിച്ചം, അവരുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അവരിറക്കിയ ഈ സോവനീർ. അതേപോലെ തന്നെ 2014 ജനുവരി ഫെബ്രുവരി അത്തൗഹീദ് മാസിക. അതേപോലെ പുതിയ ഷബാബ്, ഇപ്പോൾ ഈ ജൂൺ അവസാന ലക്കം വന്ന ഈ ഷബാബ്. നമുക്കൊരു ചെറിയൊരു വീഡിയോ ഭാഗം കണ്ട് ചർച്ച തുടങ്ങാം. പണ്ട് അജുവകാരൊക്കെ ഏറെ വെളുക്കുമ്പോൾ കഴിച്ചാൽ അന്ന് സീർ ബാധിക്കൂല, കൂടെ വിഷവും വമിക്കൂല എന്ന് പറഞ്ഞ അല്ലേ? ആ റിപ്പോർട്ടുകളൊക്കെ കശക്കി അറിയിക്കുന്ന ആളുകൾ ഇപ്പോൾ അങ്ങനെ ഹദീസിനെ കുറിച്ച് ഞാൻ ഒരിക്കലും നിഷേധ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് കത്തി. പക്ഷേ നമുക്കൊന്നും പറയാമല്ലോ അല്ലേ? അജുവകാരൊക്കെ തിന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടു മദീന കണ്ടില്ലേ? മദീനയിൽ കാരക്ക വെക്കുന്ന ഷോപ്പ് എഴുതിയിട്ടുണ്ട് ഹദീസ്. രാവിലെ 7 അജുവ തിന്നാൽ അന്ന് സിഗർ ബാധിക്കൂല, വിഷവും ഏൽക്കൂല. ഹജ്ജിന് പോയ ആൾക്കാരോട് കച്ചവടം നടക്കുന്നത് കരുതിയിട്ട് മിണ്ടാതെ പോകുന്നതാ, മനസ്സിലല്ലേ? അല്ലെങ്കിൽ ലേശം വിഷമായി കൊടുക്കും. കുടിച്ചു നോക്കി, അജുവായിച്ചാൽ മതിയല്ലോ, പ്രശ്നമല്ലോ. അപ്പം അങ്ങനെ പല സംഗതികളുണ്ട്. ശരിക്കും ഇതിപ്പോൾ ഒരു പരിഹാസമാണ്. ആ ഒരു ചിരിയും ആ ഒരു സംസാരത്തിൻ്റെ ബോഡി ലാംഗ്വേജൊക്കെ ശരിക്കും നമുക്ക് മനസ്സിലാകാൻ കഴിയുമല്ലോ. നമുക്കെന്തും പറയാലോ എന്നാണ്. നമുക്കെന്തും പറയാം, അതൊരു സത്യമാണ്. നമുക്ക് എന്തും പറയാലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കാര്യത്തെ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച നാട്ടിലെ മനുഷ്യർ ഇന്നും പകർത്തിപ്പോരുന്ന, അതിനെ സത്യസന്ധമായി ഉൾക്കൊണ്ട് പോരുന്നതിനാണ് ശരിക്കും എന്ത് ചെയ്തത്, ആ ഒരു പരിഹാസ സ്വരത്തിൽ അദ്ദേഹം സംസാരിച്ചത്. അവിടെ അത് എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ട് അതിനാണല്ലോ പരിഹസിക്കുന്നത്. ശരിക്ക് ഇതിപ്പോൾ ആദ്യമായിട്ട് കേരളം കേൾക്കുന്ന ഒരു സംഭവം അല്ല. ഇതിനേക്കാളും കുറച്ചും കൂടി വൃത്തിക്ക് നിഷേധിച്ച് സംസാരിച്ച ആളുകൾ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. ശരിക്ക് ചേകന്നൂർ മൗലവി അവസാനം സർവമത സത്യവാദത്തിലേക്ക് എത്തിച്ചേർന്ന, ഖുർആനിനെ മുറുകെ പിടിച്ച് തുടങ്ങി എന്ന് പറഞ്ഞ് സർവമത സത്യവാദത്തിലേക്ക് എത്തിച്ചേർന്ന ചേകന്നൂർ മൗലവിയും ശരിക്ക് ഇത്തരം ആശയങ്ങളൊക്കെ ഇവിടെ പ്രചരിപ്പിച്ച് പോയതാണ്. ശരിക്കും അതിനൊരു പിന്തുണ കൊടുക്കലും അതിന് ചൂട്ടുപിടിക്കലും അല്ലേ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം അദ്ദേഹം പറഞ്ഞു, വളരെ പരിഹാസത്തോടുകൂടി അദ്ദേഹം സംസാരിച്ചല്ലോ. ഇപ്പോൾ അജുവക്കാരൊക്കെയുമായി ബന്ധപ്പെട്ട് സിഹർ ബാധിക്കൂല, വിഷം കൊടുത്താൽ ബാധിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനാണ് അദ്ദേഹം ഹദീസ് പരിഹസിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അജുവക്കാരക്കയുടെ വിഷയത്തിൽ മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഒരാളൊരു സ്ഥലത്ത് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന പ്രാർത്ഥന അടിച്ച് ലം യദുർഹു ഷൈഉൻ ഹത്താ യർതഹില മിൻഹു, ഒന്നും അവൻ ഉപദ്രവിക്കൂല. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച സഹീഹ് ഹദീസാണ്. അപ്പോൾ ഒരു മതയുക്തിവാദി വന്നിട്ട് ചോദിക്കുകയാണ് ഇയാളോട്, ഈ ഹദീസ് മുസ്ലിമിലുള്ളതാണ്, വല്ലം യദുർഹു ഷൈഉൻ, അതവിടെ രണ്ട് കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സുമ്മു സിഹർ. ഇവിടെ രണ്ടരല്ല, ഒന്നും എന്ന ഷൈഉൻ എന്ന് പറഞ്ഞാൽ ഉമൂമാണ്. അപ്പോൾ ഈ ഹദീസ് ഇവരെങ്ങനെ സ്വീകരിക്കുക? അപ്പോൾ ഒരാൾ പറയും, ഞാൻ കത്തിരുത്ത് കുത്തിയാൽ ഏൽക്കൂലേ, ഞാൻ വിഷം തന്നാൽ ഏൽക്കൂല, ഒന്നും ഏൽക്കൂല എന്നല്ല പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഹദീസിനെ പരിഹസിക്കുമ്പോൾ അത് ഒരു ഹദീസിൽ മാത്രമല്ല നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ അജ്വാക്കാരക്കൻ്റെ വിഷയം നമ്മൾ മുമ്പ് പ്രൂഫിൻ്റെ ചർച്ച ചെയ്തതാണ്. ലോകത്ത് മറ്റു ഈത്തപ്പഴങ്ങളിൽ നിന്ന് അജുവക്കുള്ള പ്രത്യേകതകൾ അത് അമുസ്ലിമായങ്ങളായ ഗവേഷകന്മാർ വരെ കണ്ടെത്തിയതിൻ്റെ ക്ലിപ്പുകളടക്കം സൂചിപ്പിച്ചാണ്, ആവർത്തിക്കേണ്ടല്ല. ഇവിടെ യഥാർത്ഥത്തിൽ വിഷയം അതല്ല. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളോടൊരു പുച്ഛവും പരിഹാസവും കലർന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇത് എവിടുന്നാണ്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് കടം കിട്ടിയതല്ല. ഈ ഒരു രീതി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമല്ല. പിന്നെ ഈ രീതി കടം കിട്ടിയത് ചേകന്നൂരികളിൽ നിന്നാണ്. അവർ ഹദീസുകളെ പരിഹസിക്കുക, ഈച്ച ജ്യൂസ് എന്ന് പറയുക, അതുപോലെ തന്നെ ഹദീസ് ബുദ്ധിക്കതെന്ന് പറയുക. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സംസാരം കേൾക്കുന്ന മർക്കസ് ദാവയുടെ ചിലപ്പോൾ ഈ കാര്യങ്ങളൊന്നും അത്ര വേണ്ടത്ര ധാരണയില്ലാത്ത സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ടത്, ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന മുജീബ് റഹ്മാൻ കിനാലൂർ, പിന്നീട് ഇവർ മർക്കസ് ദാവ വിഭാഗത്തിൻ്റെ നേതാവായി അദ്ദേഹം മാറി.
അദ്ദേഹം എഴുതിയതെന്താ? ചേകനൂർ മൗലവി ഒരു നവോത്ഥാന ചിന്തകനാണ്, ഒരു പരിഷ്കർത്താവാണ്. ഒരു നവോത്ഥാന ചിന്തകൻ എന്നതിലെ തനിക്ക് മുമ്പ് ആരും ചെയ്യാത്ത വ്യത്യസ്തമായ അതൊന്നും ചേകനൂർ മൗലവി ചെയ്തിട്ടില്ല. നവോത്ഥാനാശയക്കാരായ പലരും മുമ്പ് തന്നെ പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് താനും. ആ പരമ്പരയിൽ കണ്ണിയാണ് വാസ്തവത്തിൽ ചേകനൂർ മൗലവി. അപ്പം ഉണ്ട് പിന്നെ ഇവ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ജയിലിലാണ് മരിച്ചിട്ടുള്ളത്. ഒരുപാട് നേതാക്കന്മാർ, ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, പരിഷ്കർത്താക്കന്മാർ. അപ്പോൾ ആ ഒരു കൂട്ടത്തിലാണ് ആര്? ചേകനൂർ മൗലവി. ഇത് പിന്നെ കിനാലൂരിൻ്റെ ഒരു അഭിപ്രായം മാത്രമാണെങ്കിൽ അതെ, ശരിക്ക് ഔദ്യോഗികമായിട്ടൊരു തിരുത്തും എന്ത് ചെയ്തിട്ടില്ല. അത് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രസിഡന്റ് ആയിരുന്നു. മാത്രമല്ല ചേകനൂർ അകവും പുറവും എന്ന് പറയുന്ന പുസ്തകത്തിൽ എൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഇതിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇത് നമ്മൾ പല സ്ഥലത്തും അവതരിപ്പിച്ചു. അന്ന് അദ്ദേഹം അവിടെ നേതാവായിരുന്നു. ഇന്ന് അദ്ദേഹം അവരുമായിട്ട് ചില ഇന്നിപ്പോ കൂടല്ല ചേകനൂരിസത്തിലേക്ക് കുറച്ചുകൂടെ അടുത്ത് കഴിഞ്ഞു. 50 കൊല്ലം നഷ്ടമായി. 50 കൊല്ലം നഷ്ടമായി എന്ന് പറയുന്നത് അദ്ദേഹം ചേകനൂരിസത്തിലേക്ക് കൂടുതൽ അടുത്ത് കഴിഞ്ഞു. ഇത് ഈ മുജീബ് റഹ്മാൻ കിനാരിൽ മാത്രം നിൽക്കുന്നതല്ല. ചേകനൂരിസത്തിൻ്റെ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയും ഒരു ചേകനൂർ നവോത്ഥാന നായകനാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവർ അർത്ഥമാക്കുന്നത്? ചേകനൂർ കൊണ്ടുവന്ന ആശയം നവോത്ഥാന ആശയങ്ങളാണെന്നല്ലേ? അപ്പോൾ എന്താണ് ചേകനൂർ കൊണ്ടുവന്ന നവോത്ഥാന ആശയം? ഹദീസിനെ പരീക്ഷിക്കുക. അപ്പോൾ നമ്മൾ കണ്ടല്ലോ. അതുപോലെ തന്നെ പിന്നെ ഹദീസുകൾ കൊച്ചാക്കി ഹദീസ് പ്രമാണമല്ല എന്ന് പറയുക. ഹദീസ് അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവരെ പരിഹസിക്കുക. അപ്പം മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിശ്വസിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. ഹജ്ജ് ആയതുകൊണ്ട് തർക്കിക്കണില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ വിശ്വാസം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഹജ്ജ് സ്വീകരിക്കപ്പെടും എന്നുള്ളത് അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാരണം ഇത് ഹദീസ് നിഷേധം എന്ന് പറയുന്നത് ഒരു കുഫറാണല്ലോ. ഈ പരിഹാസം എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ കുഫറാണ്. ഇതേപോലെ തന്നെയാണ് ഇത് ഇയാളുടെ വിഷയത്തിൽ മാത്രം. എൻ്റെ കയ്യിലുള്ളത് നമ്മൾ മുമ്പ് പല പ്രൂഫുകളിലും പറഞ്ഞ വിഷയമാണ്. CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഇന്ന് കേരളത്തിലെ നവചേകനൂർ, ആ നവചേകനൂരിന് സകല വെള്ളവും വളം വെച്ച് കൊടുക്കുന്ന ആരാണ്? ഇവരുടെ നേതാക്കന്മാരാണ്. ഈ മർക്കസ് ദാവ വിഭാഗത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന അവിടെ പണ്ഡിത സഭയുടെ തലപ്പത്തുള്ള ആളാണ് CM മൗലവി. ഈ CM മൗലവി എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്ന് പറയുന്ന CH മുസ്തഫ മൗലവിയുടെ തനിച്ച കുഫരിയത്തിൻ്റെ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത്. കുഫരിയത്ത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ വാചകം ഞാൻ വായിച്ച് കേൾപ്പിക്കുക പുസ്തകത്തിന്, എന്നിട്ട് അവതാരിക വായിക്കാം. എല്ലാ വേദവും സത്യവും നിത്യപ്രസക്തങ്ങളുമാണ്. ഒരു വേദവും കാലഹരണപ്പെട്ടിട്ടില്ല. അവയെല്ലാം ദൈവവചനങ്ങൾ തന്നെ. ഏത് വേദത്തെ പിൻപറ്റിയാലും മോക്ഷമുണ്ട്. അപ്പോൾ അത് ബൈബിൾ അനുസരിച്ച് ജീവിച്ചാലും ഖുർആൻ അനുസരിച്ച് ജീവിച്ചാലും ഇനി ഒരാൾക്കൊരാൾ വേദം അതാന്ന് തോന്നിയത് അതനുസരിച്ച് ജീവിച്ചാലും ഒക്കെ മോക്ഷമുണ്ട്, നിറ സ്വർഗമുണ്ട്. അതന്നെ ചേകനൂർ മൗലവി എന്ത് പറഞ്ഞു? എന്നിട്ട് ഈ വിശ്വാസം പ്രചരിപ്പിക്കുന്ന പുസ്തകത്തിന് അവതാരിക എത്തിക്കുന്നത് CM മൗലവി എന്ന് പറയുന്ന മർക്കസ് ദഅവ വിഭാഗത്തിൻ്റെ പണ്ഡിത സഭയുടെ ട്രഷറാണ്. എന്നിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഈ സർവമത സത്യവാദം ഒക്കെ ഇതിൽ പറയുന്നുണ്ട്, അതൊന്നും പിന്നെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവതാരികയിൽ അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല. അവതാരികയിൽ അദ്ദേഹം പറഞ്ഞത് പിന്നെ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയാണ്, സർവ്വവേദങ്ങളെയും സത്യപ്പെടുത്താനുള്ള ഗ്രന്ഥകർത്താവിൻ്റെ ശ്രമം ശ്ലാഘനീയമാണ്. കേട്ടോ? അപ്പോൾ ആ കുഫറിൻ്റെ ശ്രമങ്ങൾ എന്താണ്? വളരെ ശ്ലാഘനീയമാണ്. അത് ആ ഒരു വരി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പോലും പറഞ്ഞിട്ടില്ല. അതിനെടുത്തിട്ടാണ് അഭിനന്ദിച്ചത്. അതെ. അപ്പോൾ പിന്നെ ഈ ഒരു വിശ്വാസം യഥാർത്ഥത്തിൽ ഇത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട യുവാക്കളെയും ചെറുപ്പക്കാരെയും ഇസ്ലാമിൽ നിന്ന് അടർത്തിയെടുത്തെടുത്ത് ചേകനൂരിസത്തിൻ്റെ വഴിയിലേക്ക് അതിന് ചൂട്ട് തെളിച്ച് കൊടുക്കുന്ന രീതിയാണ്. ഇതിൽ മാത്രം നിൽക്കുന്നത്. നമുക്കറിയാം ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അതൊക്കെയാണ്, ഖുർആനും സുന്നത്തുമാണ്. ആ ഖുർആനും സുന്നത്തും പിന്നെ അടിസ്ഥാന പ്രമാണങ്ങളായി വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം എന്ന് വിശ്വസിക്കുന്ന സഹീഹുൽ ബുഖാരിയാണ്. ഇത് അൽമനാറിൻ്റെ 950 മെയ് മാസത്തിൽ NV അബ്ദുസ്സലാം മൗലവി, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ നിലപാട്. ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ നിലപാടിൽ നിന്ന് ഇവർ നീങ്ങിപ്പോവുകയാണ്. ഈ 950 അൽമനാറിൽ NV അബ്ദുസ്സലാം മൗലവി എഴുതിയത് എന്താ? മുസ്ലിം ലോകത്ത് സ്തുതിപ്പെട്ടിരിക്കുന്ന സഹീഹുൽ ബുഖാരി ഇദ്ദേഹം രചിച്ചത്രേ.
ഈ കിതാബിൽ സനദോടുകൂടി നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകൾ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട്. ബുഖാരിയിലുള്ള എല്ലാ ഹദീസുകളും അതിൻ്റെ സനദോട് കൂടിയുള്ളതാണെങ്കിൽ പിന്നെ മുസ്ലിം ലോകത്ത് ചോദ്യമല്ല. പക്ഷേ ഇന്ന് ഇവർക്ക് അങ്ങനെയല്ല. ഇന്നിവർ ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല, ബുഖാരിയിലെ എല്ലാ ഹദീസുകളും സ്വീകരിക്കുന്നത് സിയോണിസമാണെന്ന് പറഞ്ഞു. പലപ്പോഴത്തും നമുക്കറിയാം അവരുടെ അലിമദനി അടക്കമുള്ള അതുപോലെ തന്നെ വലിയ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ പങ്കെടുത്ത സംവാദത്തിൽ ഒരു മജീദ് എന്ന് അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ഡോക്ടർ സംസാരമാണ് നമുക്കൊന്ന് കേൾക്കാം. ബുഖാരിയിലുള്ള ഹദീസ് മുഴുവൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അല്ലാത്തവനൊക്കെ ഹദീസ് നിഷേധിയാണെന്ന് പറഞ്ഞാൽ എന്തിനാണ് ആ പറഞ്ഞതെന്ന് ആദ്യം നോക്കും. പറഞ്ഞ ആവശ്യം എന്തായിരുന്നു? ജൂത ഫണ്ട് വാങ്ങിയിട്ട് വിസ്ഡം പേരുള്ള വേറെ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ഇൻ്റർനാഷണൽ സംഘടനകളുണ്ടല്ലോ, സിയോണിസ്റ്റുകളുണ്ടല്ലോ, ഓക്കെ, ഫണ്ടും വാങ്ങി പറ്റിയിട്ട് അവർ പറയുന്ന ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത് പഠിപ്പിക്കാൻ ബുഖാരിയിലെ കംപ്ലീറ്റ് ഹദീസുകൾ സ്വീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഇബ്നു ബാസിൻ്റെ ഒക്കെ ഇട്ടുകൊടുത്തു. ഇബ്നു ബാസ് അപ്പോൾ നോക്കണം നിങ്ങൾ, യഥാർത്ഥത്തിൽ ബുഖാരിയിലെ മുഴുവൻ ഹദീസുകളും സ്വീകാര്യമാണെന്ന് പറഞ്ഞത് വിസ്റ്റക്കാരല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ വർഷത്തിൽ തന്നെ 950 അൽമനാറിൽ എഴുതിയ NV അബ്ദുസ്സലാം മൗലവി എഴുതിയതാണ്. അപ്പോൾ NV അബ്ദുസ്സലാം മൗലവി ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അദ്ദേഹത്തിന് വാദമുണ്ടോ? ഇനി ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട മർക്കസ് ദഅവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഇത് മലപ്പുറത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിന് ശേഷം എൻ്റെ ശ്രദ്ധയിൽ ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്ന് ഔദ്യോഗികമായി ഒരു പ്രസിദ്ധീകരണത്തിലോ ഒരു പ്രസംഗത്തിലോ മർക്കസ് ദഅവ വിഭാഗത്തിൻ്റെ ഒരു നേതാവും പറഞ്ഞാൽ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്രയും വളരെ പരിഹാസത്തോടു കൂടി അതും ഒരു ഉത്തരവാദിത്തപ്പെട്ട സംവാദത്തിൽ ബുഖാരിയിലെ മുഴുവൻ ഹദീസുകളും സ്വീകരിക്കുന്നത് സിയോണിസമാണ്. ഇത് തന്നെയാണ് ചേകനൂരും പറഞ്ഞത്. ഇത് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് കൂടുതൽ വേദി കൊടുക്കുകയാണ്, ഇദ്ദേഹത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്താണോ ചേകനൂർ ഇവിടെ പറഞ്ഞു വെച്ചത് അതിൻ്റെ മറ്റൊരു 2004 അല്ലെങ്കിൽ 2000 പുതിയ വേർഷനായിക്കൊണ്ട് മർക്കസ് ദഅവ വിഭാഗത്തിലെ ചില പ്രസംഗന്മാർ എഴുത്തുകാർ മാറുന്നുണ്ട്. ഇത് മാത്രമല്ല നമുക്കറിയാലോ, ഇപ്പം ഹജറുൽ അസ്വദുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇത് ചേകനൂരിൻ്റെ പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത്, ഖുർആനിൽ ഹജ്ജിനുള്ള സ്ഥാനവും രൂപവും. ഈ ചേകനൂരിൻ്റെ പുസ്തകത്തിൽ ഹജറുൽ അസ്വദിനെ സംബന്ധിച്ച് എന്താണ് അതിൻ്റെ 66-ാമത്തെ പേജിൽ കാണാം, ഹജറുൽ അസ്വദ് സാധാരണ കല്ലാണ്. പക്ഷെ ആ ചേകനൂർ പറഞ്ഞ അതേ വാചകം നമ്മൾ ശബാബിൽ കാണുകയാണ്. ചേകനൂർ പറഞ്ഞതിൻ്റെ ഒരു അക്ഷരം പോലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ഇല്ലാതെ നമ്മൾ ചേകനൂരികളുടെ പ്രസിദ്ധീകരണത്തിലല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഹജറുൽ അസ്വദിൻ്റെ കാണാം. മുജാഹിദ് പണ്ഡിതന്മാർ ഹജറുൽ അസ്വദിന് യാതൊരു പ്രത്യേകതയും കൽപ്പിച്ചിരുന്നില്ല. കാരണം ഹദീസിൽ നിന്ന് മനസ്സിലായത് സാധാരണ കല്ല് പോലെ ഒരു കല്ലായിട്ടാണ്. അങ്ങനെ ഹദീസില്ല. ഹദീസിലുള്ളത് മഹത്വമാണ്. അത് സ്വർഗത്തു നിന്ന് കൊണ്ടുവന്ന കല്ലാണ് എന്നും അതുപോലെ തന്നെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു എന്നൊക്കെ പറയുന്നത് സാധാരണ കല്ലല്ല. നബി സല്ലല്ലാഹു സാധാരണ കല്ലാണെങ്കിൽ കഅബ മൊത്തം കല്ലാണല്ലോ, കഅബ മൊത്തം കല്ലല്ലേ. പക്ഷെ ആ കല്ലിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ഹജറുൽ അസ്വദ് ഉണ്ട്. അതുകൊണ്ട് അവിടുന്ന് തവാഫ് തുടങ്ങുന്നു, അവിടെ ചുംബിക്കുന്നു, അവിടുത്തെ അല്ലാഹു അക്ബർ പറയുന്നു. അപ്പോൾ ഇത് ചേകനൂർ എന്താണ് പറഞ്ഞത് അത് ഇവിടെ പറയുന്നു. രണ്ടാമത്തെ മുക്കരം സംസം വെള്ളം. ഈ കഴിഞ്ഞ ഹജ്ജിന് അവരുടെ ഗ്രൂപ്പിൽ പോയ ആളുകൾ വരെ പല അനുഭവങ്ങൾ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് സംസവുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. എന്താ സംസമിനെ പറ്റി ചേകനൂർ മൗലവി പറഞ്ഞത് ഈ പുസ്തകത്തിൽ തന്നെ കാണാം. ഇതിൻ്റെ 75 മുതൽ 77 പേജുകളിൽ അദ്ദേഹം പറയുന്നത് സംസമിൻ്റെ ഒരു പുണ്യമില്ല, അത് സാധാ മഴവെള്ളം പോലത്തെ വെള്ളം തന്നെയാണ്, കിണറ്റിൽ വെള്ളം പോലത്തെ വെള്ളമാണ്. ഇത് തന്നെയാണ് ശബാബിലും വന്നത്. ശബാബിലെ 2015 ആഗസ്റ്റ് 14 ലേഖനത്തിൽ കാണാം, ആകെ വന്നത് അനുഗ്രഹീതമായ വെള്ളമാണെന്നാണ്. പക്ഷെ അത് മഴവെള്ളത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണോ ചേകനൂർ മൗലവി ഇവിടെ പറഞ്ഞു വെച്ചത് അത് തന്നെ ആവർത്തിക്കുന്ന ഒരു വിഭാഗമായി, അല്ലെങ്കിൽ അതിലേക്ക് ആളുകൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമായി അവർ മാറിയിരിക്കുന്നു. ഇത് ആരോപണമല്ല, എല്ലാം വളരെ വ്യക്തമായ തെളിവ് സഹിതം നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതാണ്. എന്നിട്ടും ഒരു മറുപടി ഇല്ലാതെ വിശുദ്ധ വിഭാഗത്തെ സംബന്ധിച്ചും മുജാഹിദുകളെ സംബന്ധിച്ചൊക്കെ വളരെ മോശമായ ആരോപണം, ഒരു തെളിവില്ലാത്ത ആരോപണം, ജിന്നിനോട് നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുകയാണ്, നവയാഥാസ്ഥിതി. നമ്മൾ ചോദിക്കുന്നു ഈ വിഭാഗത്തോട്, മുജാഹിദ് പ്രസ്ഥാനം പ്രത്യേകിച്ചും ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു അന്ധവിശ്വാസം,
അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിലും സുന്നത്തും ഇല്ലാത്ത. പിന്നെ ഇവർക്ക് ചില ഹദീസ് പറ്റൂല, കാരണം ഇവർ പിന്നെ ചേകനൂർ വിശുദ്ധക്ക് പോകുന്ന ആൾക്കാർ. ഇവർക്ക് പറ്റാത്ത ഹദീസുകൾ ഉള്ള കാര്യങ്ങൾ അന്ധവിശ്വാസമാക്കുക. ഒരു വിരോധാഭാസം എന്താ അറിയോ? പിന്നെ സ്വഹിയായി വന്ന ഹദീസാണെങ്കിലും ഇവർക്ക് പറ്റാത്താണെങ്കിൽ തള്ളിക്കളയും. ഇനി ഇവർക്ക് പറ്റുന്ന ഒരു ആശയത്തിന് ഹദീസ് ഇല്ലെങ്കിലും എന്ത് ചെയ്യും? ഉണ്ടാക്കും. അതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത്, അജറുൽ അസ്വദ് സാധാരണ കല്ലാന്ന് തന്നെയാണ് ഹദീസിലുള്ളത്. അതിന് വേറൊരു ഉദാഹരണങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പിന്നെ അബ്ദുസ്സലാം സുല്ലമിയുടെ ജിന്ന് പിശാചി സിഹിർ എന്ന് പറയുന്ന പുസ്തകത്തിലും അതുപോലെ തന്നെ വേറെ ചില പുസ്തകങ്ങളിലൊക്കെ പിന്നെ അവർക്ക് പറ്റുന്നതിനെ മുഴുവൻ സ്വഹീഹാക്കിയെടുക്കും. അതേ സമയത്ത് ഇപ്പോൾ ഖിവാമുൽ മറി അഖ്ലുഹു എന്ന് പറയുന്ന ഹദീസ് അബ്ദുസ്സലാം സുല്ലമിയുടെ ജിന്ന് പിശാചി സിഹിർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ആ പച്ച ബുക്കിൽ ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പ് ബുദ്ധിയാണ് എന്ന് പറയുന്ന ഹദീസ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ഖുർആൻ്റെ ആശയങ്ങളെ ബലപ്പെടുത്തുന്നു കൊടുക്കുക. യഥാർത്ഥത്തിൽ ഹദീസ് മൗദൂആണ്, കള്ള ഹദീസ്. റസൂലുള്ള പറഞ്ഞിട്ടില്ലാത്ത കള്ള ഹദീസ്. അത് ലോകത്ത് ഏകകണ്ഠമായ പണ്ഡിതമായി പറഞ്ഞ ഹദീസിനെ സഹിയാക്കി കൊണ്ടുവരിക. അതേ സമയത്ത് ബുഖാരിൽ മുസ്ലിമിൽ ലോകത്ത് ആരും ആക്ഷേപം പറഞ്ഞിട്ടില്ല ഹദീസിനെ മൗദൂആക്കി ചെയ്യും. ഇതൊക്കെ ചേകനൂർ ചെയ്ത പണി തന്നെയാണ്. ഇനി ഇതെൻ്റെ കയ്യിലുള്ളത് ഹദീസുകൾ എന്ന് പറയുന്ന പ്രാമാണിക വിമർശനം. ഇതിൽ പിന്നെ ഹദീസുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹദീസുകൾ നബി സഹാബിയുടെ കാലത്ത് പോലും ക്രോഡീകരിച്ചിട്ടില്ല. 2 മുതൽ 4 വരെ ശതകങ്ങളാണ് ഇന്ന് അറിയപ്പെടുന്ന ഹദീസ് ഗ്രന്ഥം പലതും സമാഹരിച്ച് ക്രോഡീകരിച്ചത്. ഒരു ഹദീസ് ഗ്രന്ഥത്തെയും അള്ളാഹു സംരക്ഷിക്കുമെന്ന് കരാർ ചെയ്തിട്ടില്ല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നിനു പോലും അമാനുഷികതയില്ല. ഹദീസ് ഗ്രന്ഥങ്ങൾ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട ഒരു സഹാബിയുമില്ല. ഇതൊക്കെ കേട്ടാൽ എന്താ മനസ്സിലാക്കുക? ഹദീസ് വലിയ സംഭവമാണോ? ഇതൊക്കെ പണ്ട് ചേകനൂർ ഇവിടെ പറഞ്ഞു വെച്ചതാണ്. ഹദീസ് 2 നൂറ്റാണ്ട് കഴിഞ്ഞ് വന്നതാണ്, യഥാർത്ഥ 5 നൂറ്റാണ്ട് വന്നില്ല എന്നാണ് ഖുർആനുള്ളത് എഴുതി വെച്ചത്. അതേ ആളുകൾ തന്നെ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പല രീതികളും. അതുപോലെ നമുക്കറിയാം, ഇത് ചേകനൂരിൻ്റെ തൗഹീദിൻ്റെ വിഷയത്തിൽ തന്നെ ജിന്നുകളുമായിക്കൊണ്ടും മലക്കുകളുമായിക്കൊണ്ടൊക്കെ ബന്ധപ്പെട്ട വിഷയത്തിൽ തൗഹീദിൻ്റെ വിഷയത്തിനും വളരെ വലിയ ഗുരുതരമായ വ്യതിയാനം അവർക്ക് പറ്റിയിട്ടുണ്ട്. തൗഹീദ് നവ യാഥാസ്ഥിതികയുടെ വ്യതിയാനം എന്ന പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഇവരെഴുതി വെച്ചെന്താ? മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവൻ്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിച്ചു എന്നാണ്. അപ്പോൾ ഖുർആനിലുള്ള വിശ്വസിച്ചാൽ ശിർക്കാണ്, കുഫ്റാണ്. കാരണം ഖുർആനിലുള്ളതാണ് മലക്കുകളെ സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജിന്നുകൾ ഈ പിശാചുക്കളൊക്കെ സാഹിറന്മാരെ സഹായിക്കുന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇത് വിഷയത്തിൽ ഞാൻ പിന്നെ ചില ഉദാഹരണങ്ങൾ വേണമെങ്കിൽ വേഗത്തിൽ പറഞ്ഞു പോകാം. അതായത് ചേകനൂർ എന്തിവിടെ പറഞ്ഞു അത് തന്നെ ഇവരും പറയുന്ന രീതി. ഇപ്പോൾ സഹീൽ ബുഖാരിയിൽ കള്ള ഹദീസുകളുണ്ട്. ഇത് ചേകനൂർ പറഞ്ഞതാണ്. ബുഖാരി മുസ്ലിം ലോകപ്പൊള്ളന്മാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കേൾക്കുന്ന സംഭവം. അതുപോലെ തന്നെ വ്യഭിചാരി എറിഞ്ഞു കൊല്ലാൻ പാടില്ല, അത് ഇല്ല, ഇസ്ലാമിലില്ല. അത് ഇവർ കൃത്യമായിക്കൊണ്ട് ചേകനൂറികൾ 2004 അവരുടെ ഖുർആൻ ദർശനത്തിൽ വളരെ വ്യക്തമായി നിഷേധിച്ചു. ഇവർ അവരുടെ പിന്നെ ബുഖാരി പരിഭാഷ സലാഹുസ്ലിമിയുടെ ബുഖാരി പരിഭാഷ 3-ാം വാള്യം 882-ാമത്തെ ഹദീസ് പിന്നെ പേജിൽ അത് നിഷേധിച്ചിട്ടുണ്ട്. അള്ളാഹു ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കും. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ് സൂറത്ത് സുമറിൽ. അത് പിന്നെ ചേകനൂരികൾ പറയുന്നത് ആലങ്കാരികമാണ്. ഇവർ പറയുന്നു അത് പിന്നെ ആ വാദം ജൂതന്മാരുടേതാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ പിളർന്ന സംഭവം ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അമാനിമുല്ലിൻ്റെ തഫ്സീറിലടക്കം 4-ാം വാള്യം 3185-ാമത്തെ പേജിൽ കാണാം, ഹദീസിലുള്ള കാര്യമാണ്. പക്ഷേ ഇവർ പറയുന്നു അബ്ദുസ്സലാം സുല്ലമിയുടെ ഖുർആൻ പരിഭാഷയിൽ കാണാം 4-ാം വാള്യത്തിൽ അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ അന്ത്യദിനത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണത്. അത് ആലങ്കാരിക പ്രയോഗമാണ്. റസൂലുള്ളാഹിൻ്റെ കാലത്ത് പെടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രിയാണ്, അധികം ആൾക്കാരും കാണൂല എന്നൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് തള്ളാണ്. അതുപോലെ ഇസ്രാ മിയറാജ് ഏതായാലും ചേകനൂരികൾ തള്ളാറുണ്ട്. ഇസ്രാ പിന്നെ അവർ പറഞ്ഞ ആത്മീയ അനുഭവമാണ്. അത് തന്നെയാണ് ഇവിടെ പിന്നെ പരിഭാഷകളിലും ഖുർആൻ പരിഭാഷയിലും ഒക്കെ നമുക്ക് കാണുന്നത്. എന്താണോ ചേകനൂരികൾ പറയുക അത് തന്നെ പറയാം. അതേപോലെ തന്നെ പിന്നെ നമുക്കറിയാം ഖുർആനോട് യോജിക്കുന്ന ഹദീസ് എടുക്കുക എന്നാണ് ചേകനൂരികളുടെ ഒരു വിഭാഗത്തിൻ്റെ വാദം. അതായത് നമ്മൾ ഹദീസിനെ നോക്കേണ്ട എങ്ങനെയാണ്? ഖുർആനോട് യോജിക്കുകയാണെങ്കിൽ എടുക്കുക, ഖുർആനോട് യോജിക്കുക. യഥാർത്ഥത്തിൽ രണ്ടും അള്ളാഹിൻ്റെ വഹയാണ്. ഖുർആനും സുന്നത്തും അതൊരിക്കലും പരസ്പര വൈരുദ്ധ്യമാവുകയില്ലെന്നാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം, ഹദീസ് സഹിയാണെങ്കിൽ. പക്ഷേ ഇവർ പറഞ്ഞത് ശരീഅത്ത് എന്ന പുസ്തകത്തിൽ 14-ാമത്തെ പേജിൽ ചേകനൂരികൾ പറയുന്നു ഖുർആനോട് യോജിക്കുന്ന ഹദീസ് സ്വീകരിക്കുക. തന്നെ ഇവരും പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ സഹീഹുൽ ബുഖാരിയെല്ലാം
സ്വീകാര്യമല്ല. ഹദീസുകൾ 3-ാം നൂറ്റാണ്ടിൽ വന്നതാണ്. പിന്നെ സിറാത്ത് പാലത്തെ ചേകനൂരികളൊന്നും നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു പാലം തന്നെ നമ്മൾ പറഞ്ഞു. പക്ഷേ പിന്നെ ബുഖാരി പരിഭാഷ 3-ാം വാള്യം പിന്നെ 568-ാമത്തെ പേജ് നിഷേധിക്കുന്ന ഖബർ ശിക്ഷ. ചേകനൂരികൾ പറഞ്ഞത് അത് ലോക്കപ്പ് മർദ്ദനമാണ്. ഇവർ വന്ന ആത്മീയ അനുഭവമാണ്, ശരീരത്തിനില്ല. അത് ഷബാബിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സിഹറുമായി ബന്ധപ്പെട്ട വിഷയം അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചേകനൂരികൾ ഏതായത്താണ് ഓതുന്നത് അതുതന്നെയാണ് ഇവരും ഓതിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിശാചുബാധയുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം, കട്ടുകേൾവി, അതുപോലെ തന്നെ പിന്നെ ബുഖാരിയിലുള്ള പല സംഭവങ്ങളും, മലക്കുൽ മൗത്തിൻ്റെ കണ്ണുമായി ബന്ധപ്പെട്ട വിഷയം, അത് ചേകനൂർ തൻ്റെ അബൂഹുറയുടെ തനി നിറഞ്ഞ പുസ്തകത്തിന് 128-ാമത്തെ പേജിൽ തള്ളുന്നുണ്ട്. ഇതേ ആളുകൾ ബുഖാരി പരിഭാഷയിൽ അതുപോലെ തന്നെ CP ഉമർ സുല്ലമി സെൻസിങ്ങിൻ്റെ അഭിമുഖത്തിലും തള്ളുന്നുണ്ട്. അത് പാടില്ല. ചേകനൂരികൾ തള്ളി തന്നെ വരും ഈച്ചൻ്റെ ഹദീസ്. അബൂഹുറയുടെ തനിനിറം പേജ് 109 ശാസ്ത്രത്തിനെതിരാണ്, മറ്റെതിരാണ്. ഈച്ച ശാസ്ത്രത്തെ വെച്ചിട്ട് പരിഹസിക്കാൻ ഇവരും ഇതേ കാര്യം പിന്നെ ബുഖാരി പരിഭാഷ 3-122 കാണാം. മസീഹുദ് ദജ്ജാലിൻ്റെ സംഭവം ഞാൻ പറഞ്ഞ ലിസ്റ്റ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ മസീഹുദ് ദജ്ജാൽ ഇല്ല എന്നാണ് ചേകനൂരികൾ പറഞ്ഞത്. അത് ഈ ജൂതന്മാരുണ്ടാക്കിയത്. കാരണം മസീഹ് എന്ന് പറഞ്ഞ ഈസാ നബിയാണ്, ഈസാ നബിനെ ദജ്ജാലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ കള്ളാരമാണ്. ഇതേ ആളുകൾ ബുഖാരി പരിഭാഷയിൽ തള്ളുന്നു, താടിയെ പരിഹസിക്കുന്നു. അതുപോലെ തന്നെ സംഗീതം, ഇപ്പോൾ ഇവരുടെ പ്രസംഗത്തിൽ കാണാം പിന്നെ സംഗീതവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് പുതിയ സലഫിയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ മഹാനായ KM മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം KK മുഹമ്മദ് അബ്ദുൽ കരീം അദ്ദേഹത്തിൻ്റെ ജീവിത പുസ്തകത്തിൽ ചെയ്തപ്പോൾ KM മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൻ്റെ 131-ാമത്തെ പേജിൽ കാണാം. അന്ന് KM മൗലവി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് സൗദിയിലുള്ള ഭരണാധികാരികൾക്ക് അവിടുത്തെ ചില റേഡിയോയിലൊക്കെ സംഗീതം വരുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചില വിസ്തൃക്കാർ വന്നിട്ട് ചില സലഫിയത്ത് ഇറക്കുമതി ചെയ്തിട്ടാണ് സംഗീതം ഹറാമാക്കിയത്. അപ്പം നന്ദി സംവാദത്തിൽ നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്ത പിന്നെ സംഗീതവുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ചേകനൂരികൾ എന്ത് പറഞ്ഞു വെച്ചോ അത് തന്നെ ആവർത്തിച്ച് പറയുന്നൊരു രീതിയുണ്ട്. ഇത് ആരോപണമല്ല. ചില ആളുകൾ ഞങ്ങൾക്കങ്ങനെ വിശ്വാസമില്ല, നിങ്ങൾക്കങ്ങനെ വിശ്വാസം ഉണ്ട് പിന്നെ എന്ന് രേഖകളാണ് സംസാരിച്ചത്. അത് കൃത്യമായി പഠിക്കുക. ഇതിൽ നിന്ന് ആളുകൾ പരമാവധി മാറി നിൽക്കുക എന്നുള്ളതാണ് അത്തരക്കാരുടെ നസീഹത്തോട് പറയാനുള്ളത്. ഈ സാധാരണക്കാർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ എന്തോ വലിയൊരു അന്ധവിശ്വാസവും ഇവിടെ കൊണ്ടുവന്നു, അപ്പോൾ ഇവരൊക്കെ ഈ കഷ്ടപ്പെട്ട് പ്രസംഗിക്കണോ അധ്വാനിക്കണോ നമ്മൾ രക്ഷപ്പെടുത്താനാണ് എന്നാണ് ഇവരിലെ ഒരു വിഭാഗമെങ്കിലും ചിന്തിക്കുന്നത്. ശരിക്ക് ചേകന്നൂർ മൗലവി ഉപയോഗിച്ച പദങ്ങൾ പോലും അതെ. ഇപ്പോൾ ശരിക്ക് പിന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ജൂതൻ്റെ കാശ് പറ്റാൻ വേണ്ടി ശരിക്ക് ഹദീസ് എഴുതി ഉണ്ടാക്കി എന്നിടത്താണ് പിന്നെ ചേകന്നൂർ മൗലവി ഉള്ളത്. ശരിക്കും നേരത്തെ പറഞ്ഞ പിന്നെ സയോണിസ്റ്റ് ചിന്താഗതിയാണ് എന്ന് പറഞ്ഞ സംസാരത്തിൽ നമ്മൾ കേട്ടത് അതേ പദപ്രയോഗമാണ്. അത്രത്തോളം ശരിക്ക് ഈ ആശയത്തെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നേതാക്കന്മാർ ഒരു കാലത്ത് നന്നായി പണിയെടുത്തത് ഈ ചേകനൂരി ആശയത്തെ ഇല്ലാതാക്കാനാണ്. ആ പിന്നെ അധ്വാനം നടത്തിയവരുടെ പിൻതലമുറ അദ്ദേഹത്തെ നവോത്ഥാന നായകരാക്കി കൊണ്ടുവരുന്നതിൻ്റെ രേഖകളാണ് ഇവിടെ ഈ ചർച്ചയുടെ ഒരു ഭാഗത്ത് സംസാരിച്ചത്. അത് പറയുന്നത് സാധാരണക്കാർ ചിന്തിക്കേണ്ടത് കേവലമായ ഒരു ഹദീസ് നിഷേധം എന്നൊരു ആരോപണം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിലെ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങളെയാണ് നമ്മൾ നിഷേധിക്കുന്നത് എന്നുള്ളൊരു ബോധ്യപ്പെടലുണ്ടാകണം. ഇത് പറയുമ്പോൾ പലപ്പോഴും ഇവരെന്താ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സംസാരത്തിൽ നമ്മൾ നേരത്തെ കേട്ട സംസാരത്തിൽ തന്നെയുള്ളൊരു കാര്യം, പിന്നെ ഇവർ കുറേ കിതാബ് കൊടുന്ന് നോക്കും. പക്ഷേ 1000 ബൾബ് കത്തിച്ചാലോ സൂര്യൻ ഉദിച്ച ബൾബിൻ്റെ എല്ലാം പ്രകാശം കഴിഞ്ഞല്ലോ. ഇന്നത്തെ പോലെ ഇവർ കൊണ്ടുവന്ന് വെക്കണം 1000കണക്കിന് കിതാബിൻ്റെ ഇടയ്ക്ക് ഖുർആനാണ് വെച്ചാൽ ആ കിതാബിൻ്റെ എല്ലാം കഴിഞ്ഞു. അതായത് ഞങ്ങൾ ഖുർആനിൻ്റെ ആളുകളാണ്, ഖുർആൻ നമ്മൾക്ക് എല്ലാറ്റിനും പിന്തുണ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതെ, ചേകനൂർ മൗലവി തുടങ്ങണ അങ്ങനെയാണല്ലോ ശരിക്ക്. അതാണ് ഇവർ സമൂഹത്തോട് പറയാറുള്ളത്. ശരിക്കും ഖുർആനിൻ്റെ കാര്യത്തിലും അവർ ഇത്തരത്തിലുള്ളൊരു നിഷേധത്തിൻ്റെ സ്വഭാവം അവർക്ക് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മുസലെ ശരിക്കേ പിന്നെ ഇവരിത് പറയുമ്പോൾ ഇവർ ചിന്തിക്കണില്ല ഇവർക്ക് ഖുർആനിൻ്റെ ആളുകളാകാനുള്ള അവകാശമില്ല എന്നുള്ളത് ചിന്തിക്കണില്ല. ഈ സാധുക്കൾ വിചാരിച്ചെന്താ വെച്ചാൽ വഹി എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രമേ ഉള്ളൂ, ഹദീസ് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞു, അത് സ്വഹാബികളിൽ നിന്ന് ആരൊക്കെ എതിർത്തു, ചിലതൊക്കെ കിട്ടാതെ പോയി, ഇങ്ങനത്തെ ഒരു ധാരണയിലാണ് ഇവരുള്ളത്. ശരിക്ക് മുഅ്തസിലിയാക്കൾ
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് തന്ന ആ 72 വിഭാഗത്തിൽ പെട്ടതാണല്ലോ മുഅ്തസിലിയാക്കൾ. കാരണം അവർ പറഞ്ഞതാണ് പിന്നെ ഖുർആൻ ഹദീസുകൾക്ക് എതിരാണ്, അല്ല ഹദീസുകൾ ഖുർആൻ എതിരാണ്, അതേപോലെ ബുദ്ധിക്ക് എതിരായിട്ട് വരിക. ഇതൊക്കെ മുഅ്തസിലിയാക്കളുടെ വാദമാണ്. ഇതേ വാദഗതി എന്ന് പറഞ്ഞാൽ ആ 72 പിഴച്ച 72-ൽപ്പെട്ട മുഅ്തസിലിയാക്കൾ മുന്നോട്ട് വെച്ച വാദങ്ങൾ എന്താണോ അത് അതേപടി ഏറ്റെടുത്താണ് എന്ത് ചെയ്യണത്, ഇവർ ഈ ഹദീസ് നിഷേധത്തിന് വഴി ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ഖുർആൻ നമ്മോട് പറഞ്ഞു, പിന്നെ ഖുൽ അത്തിഉല്ലാഹ വർ റസൂല ഫൈൻ തവല്ലൗ ഫൈനല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ ദൂതരെ അനുസരിക്കണം. അപ്പോൾ ഇവിടെയൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അള്ളാഹിൻ്റെ ദൂതരെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ്റെ ബയാനാണ്, വിവരണമാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു മുജാഹിദ് ആദർശം പഠിച്ച് മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ അയാൾക്ക് മനപ്പാടുള്ള ആയത്താണല്ലോ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലിൽ ആയത്ത്. അവിടെ ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ല പ്രത്യേകം പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ആളുകൾക്കിടയിൽ സമൂഹത്തിനിടയിൽ പിന്നെ അടിസ്ഥാനപരമായ വിഷയങ്ങളിലും അനുബന്ധ വിഷയങ്ങളിലും പ്രശ്നം ഉണ്ടാവും. ഇത് രണ്ട് വരുമ്പോഴും എടുക്കേണ്ടത് ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ നോക്കിയിട്ടാണ്. ഇങ്ങനെയാണ് പണ്ഡിതന്മാരെന്താക്കുന്നത്, ഖുർആൻ പറഞ്ഞ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം എന്ന കൽപ്പനയെ നന്നായി മുറുകെ പിടിച്ചാണ് പോന്നിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ ഇവരുടെ ഈ ഒരു പിന്നെ ഒരു രക്ഷപ്പെടാനുള്ള വഴി, അഥവാ ഞങ്ങൾ ഖുർആൻ പറഞ്ഞെടുത്താണുള്ളത്, ഖുർആൻ മുന്നോട്ട് വെക്കുമ്പോഴേക്ക് ബാക്കിയെല്ലാം തീരുമാനമാകും എന്നത് എത്രത്തോളം ഇവർക്ക് അവകാശപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ ഒരു 15 കാര്യം പെട്ടെന്ന് എണ്ണി പറയാം. അതായത് ഇവർ ഖുർആൻ നിഷേധികളാണ്, അഥവാ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ നിഷേധിച്ച് പോകുന്നവരാണ് എന്ന് 3 കാര്യങ്ങൾ. ഒന്ന്, അവരുടെ ഇപ്പം ഇറങ്ങിയ വെളിച്ചം, അവരുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അവരിറക്കിയ ഈ സോവനീർ, അതേപോലെ തന്നെ 2014 ജനുവരി ഫെബ്രുവരി അത്തൗഹീദ് മാസിക, അതേപോലെ പുതിയ ഷബാബ്, ഇപ്പോൾ ഈ ജൂൺ അവസാന ലക്കം വന്ന ഈ ഷബാബ്, ഇത് 3 മുൻനിർത്തി, പിന്നെ 1-2 പുസ്തകങ്ങൾ മുൻനിർത്തിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, ഇവർ അള്ളാഹുവിൻ്റെ കഴിവിന് തുല്യരെ ഉണ്ടാക്കിയവരാണ്. ഇപ്പോൾ ജിന്നും മലക്കും അഭൗതികമായി ഇടപെടുന്നവരാന്ന് പറഞ്ഞാൽ ലൈസ കമിസിലിഹി ഷൈഉൻ എന്ന ആയത്തിനെതിരാണ്. വലം യക്കുൻ ലഹു കുഫുവൻ അഹദി എന്ന ആയത്തിനെതിരാണ്. കാരണം അള്ളാഹുവിൻ്റെ നാമങ്ങളിലും അവൻ്റെ വിശേഷണങ്ങളിലും അവൻ്റെ പ്രവർത്തനങ്ങളിലുമാണ് എന്ത് ചെയ്യണത് ഇവർ. അപ്പോൾ അള്ളാഹുവിൻ്റെ അഭൗതിക മാർഗത്തിലൂടെ സഹായിക്കാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതിലേക്കാണ് ജിന്നിനി മലക്കിനി കൊണ്ടുപോയിട്ടത്. അപ്പോൾ ഈ ആയത്തുകൾ പ്രകാരം അവർ ഖുർആനെതിരാണ്. ഇനി രണ്ടാമത്തത്, ഖുർആൻ മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അള്ളാഹു റബ്ബാണ്, അള്ളാഹു ഇലാഹാണ്, അള്ളാഹുവിന് നാമഗുണ വിശേഷണങ്ങളുണ്ടെന്ന് കാണാം. ഈ കാര്യങ്ങളെ ഇവർ എതിർക്കുന്നുണ്ട്. അഥവാ തൗഹീദിൻ്റെ 3 ഇനങ്ങളെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ 3 ഇനങ്ങൾ ഇവർ പിന്നെ സംശയത്തിലുള്ളത്. ആ നിലക്ക് അവർ ഖുർആനെതിരാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഇസ്ലാമിൻ്റെ അടിത്തറ തൗഹീദ് എല്ലാവർക്കും അറിയാം. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല എന്ന് തുടങ്ങിയുള്ള ആയത്തുകൾ. പക്ഷേ ഈ തൗഹീദിനെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം എന്ന ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന്, ആ തത്വത്തിൽ നിന്ന് പിന്നിക്ക് പോയവരാണ് ഇവർ. ഇവരെ അജണ്ട തന്നെ അതാണ്, തൗഹീദൊന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളിടത്താണ് ഇവരുള്ളത്. അപ്പോൾ ഇവർ ഖുർആൻ്റെ എതിരായിട്ടാണ് വരിക. ഇനി നാലാമത്തെ കാര്യം, അള്ളാഹു ആകാശത്തിലാണ്, അമിൻതും മംഫിസ്സമാ, ഖുർആൻ ചോദിച്ച കാര്യമാണ്. പക്ഷേ ഇവരുടെ നിലവിലെ പ്രസിഡൻറ്റ് ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി സാഹിബ് ഇപ്പോഴും അള്ളാഹു ആകാശത്തിലല്ല എന്ന വാദത്തിലുള്ളത്. ഇപ്പോഴും ആ ഒരു പിന്നെ തെറ്റായ വിശ്വാസത്തിലാണ് ഉള്ളതെന്ന് ഈ സൗനീറിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഖുർആനെതിരാണ്. അതേപോലെ നമ്മളിവിടെ കേട്ട 5-ാമത്തെ കാര്യം, എല്ലാ മതങ്ങളും സത്യമാണ് എന്നത് ആരാണ്? ഓലെ KJUവിൻ്റെ ട്രഷററാണ്. ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്നല്ല പഠിപ്പിച്ചത്. അത് വെച്ച് നോക്കുമ്പോൾ ഇവരെങ്ങനെ ഖുർആൻ്റെ ആളുകളാകുക? ഇനി 7-ാമത്തെ പിന്നെ 6-ാമത്തെ കാര്യം, പിന്നെ ഇവർ ഉണ്ടാക്കുന്നൊരു സംശയമാണ്, ഖുർആനെ മാത്രമേ അള്ളാഹു സംരക്ഷിച്ചിട്ടുള്ളൂ, ഹദീസ് സംരക്ഷണം കിട്ടിയിട്ടില്ല. ഇന്നാ നഹു നസ്സൽന ദിക്റ എന്ന ആയത്ത്, അത് ദിക്ർ എന്ന് പറഞ്ഞാൽ വഹിയാണ്. വഹി എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും വഹിയാണ്. അപ്പോൾ അതിനെ രണ്ടിനെയും അള്ളാഹ് സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെതിരായിട്ടാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഇനി മറ്റൊന്ന്, ഖുർആനേക്കാൾ പ്രാധാന്യം ഹദീസിന് കൊടുത്ത് ചില ആളുകൾ പോകുന്നുണ്ട്, അതുകൊണ്ട് കർശന സ്വഭാവത്തിലേക്ക് പോവുകയാണെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ശരിക്കും വഹി എന്ന നിലക്ക് ഖുർആനും ഹദീസും എന്താണ്? ആ നിലക്കാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. വഹി എന്ന നിലക്ക്
ഒമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹിയുഹ എന്ന് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ ആയത്തിനെതിരായിട്ടാണ് ഇവർ പോകുന്നത്. അതേപോലെ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി എന്നാണ്, എന്നെ പിൻപറ്റണം. അപ്പോൾ ഇസ്ലാമിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹദീസുകൾ നോക്കണം. ആ നിലക്കുകൾ ഇവർ പ്രചരിപ്പിക്കുക. ഇനി ഖുർആനെയും ഹദീസിനെയും ഒക്കെ മനസ്സിലാക്കാൻ മുൻഗാമികൾ അഥവാ അഹ്ലുസുന്നയുടെ രീതിയാണ് മൻഹജ് അനുസരിച്ച് കൊണ്ടുപോവുക എന്നത്. എത്ര ആയത്തുകൾക്കെതിരാണ് ഇവിടെ മൻഹജ് സലഫ് വന്നതാണ് പ്രശ്നം പോലെ വാദം. അത് നവമദ്ഹബാണ്, ഒരു 5ാം മദ്ഹബ് എന്ന നിലക്ക് അവർ പരിചയപ്പെടുത്തുന്നത്. എത്ര ആയത്തുകൾക്കെതിരാണ്? അപ്പോൾ എങ്ങനെ ഒരു ഖുർആൻ്റെ ആളുകളാകുക? ഇനി അടുത്തത് മതചിഹ്നങ്ങളെ പരിഹസിക്കുക. ഇപ്പോൾ ഇസ്ലാമിൻ്റെ വേഷം, താടി തുടങ്ങിയ മതചിഹ്നങ്ങളെ ഇവർ പരിഹസിക്കുക. ഇപ്പോഴും ആ നിലപാടിൽ അവരുള്ളത്. ഈ സംസാരത്തിൽ അതെ, അതിൽ വരെ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുണ്ട്. കുൽ അബില്ലാഹി വ ആയാത്തിഹി വ റസൂലിഹി കുന്തും തസ്തഹ്സിഊൻ എന്ന ഖുർആൻ ചോദിച്ചത്. അവിടെ അള്ളാനെ മാത്രമല്ല പറഞ്ഞത്, ആയത്ത് മാത്രമല്ല, വ റസൂലിഹി. എന്താ ഈ റസൂലിൻ്റെ താല്പര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രവർത്തിച്ച് കാണിച്ച കാര്യങ്ങളല്ലേ. അപ്പോൾ ഇത്തരം ആയത്തുകൾക്ക് അവരെതിരാണ്. അതേപോലെ ഖുർആനെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുക ഒരു മടിയില്ല. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യമാണ്. അതില്ല എന്ന് പറയാൻ ഖുർആൻ പറഞ്ഞ മറ്റൊരു വിഷയത്തിൽ ആയത്തെടുക്കുക. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ വേണ്ടി അവിടുന്ന് സാഹിറാണെന്ന് പറഞ്ഞപ്പോൾ അതിന് ഖുർആൻ കൊടുത്ത മറുപടി എടുത്തിട്ട് എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് ഫലിച്ചു എന്ന് തള്ളാൻ വേണ്ടി തെളിവാക്കുക. സൂറത്ത് ഫുർഖാനിൽ, സൂറത്ത് ഇസ്രായേലി ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുക, പച്ചയായ ദുർവ്യാഖ്യാനം. വേറെ ആയത്തുകളുണ്ട്. അതെ, യാത്രകൾ മുഴുവൻ മക്കയിലാണ്. ഇനി മറ്റൊന്ന്, പിന്നെ ഖുർആൻ കണ്ണേറ് ഫലിക്കും എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതിനവരെ എതിർക്കുന്നില്ലേ? അപ്പോൾ അത് വന്ന സൂറത്തിന് ഇവരെന്താ ചെയ്യുക? അത് പറഞ്ഞ കാര്യം. അതേപോലെ തന്നെ മന്ത്രം, സൂറത്ത് ഫാത്തിഹൻ്റെ പേരിലൊന്ന് റുഖിയ മന്ത്രം എന്നാണ്. അതിനവരെ എതിർക്കുന്നില്ലേ? കളിയാക്കുന്നില്ലേ? എന്തൊക്കെ പറഞ്ഞാണ് ഇവർ പരിഹസിക്കുന്നത്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ എന്താ ചെയ്യുക? അതുപോലെ മസ്സു ഷെയ്ത്താൻ, പിശാജ് ബാധ, അതുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? പിശാജ് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് പറഞ്ഞിട്ടില്ലേ? ആ ആയത്തുകൾ എന്താ അവർ ചെയ്യുക? അതേപോലെ തന്നെ മ്യൂസിക് ഹലാലാക്കാൻ പിന്നെ ആയത്തുണ്ടാക്കി. അത് എങ്ങനെ ഖുർആൻ ആളുകളാകും? ചോദിച്ച ചോദ്യം ഉണ്ട്. പിന്നെ അതുമല്ല, വല്ലദീന യശ്ഹദൂന സൂറ, പരമകാരുണികനായ അള്ളാഹിൻ്റെ അടിമകളെ സ്വഭാവം പറഞ്ഞപ്പോൾ സൂറിന് സാക്ഷിയാകൂല. ആ സൂറിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ വിഷയം പറഞ്ഞത് എന്താ? ഇത്തരം ഹിനാഹുകൾ വരുന്നതാണ്. അപ്പോൾ ഇവരിങ്ങനെ ഹദീസിൻ്റെ ആളുകളാകുക. ഇനി ഇവരുടെ തത്വപ്രകാരം വിശ്വാസ കാര്യങ്ങൾക്ക് ഖബറുലാഹാദ് പാടില്ല എന്നാണ് അല്ലേ? ഖബറുലാഹാദ് പിന്നെ എത്ര ആയത്തുകൾ കൊണ്ടാണ് പണ്ഡിതന്മാർ ഖബറുലാഹാദ് തെളിവാണെന്നുള്ളത് തെളിയിച്ചിട്ടുള്ളത്? ഇങ്ങനെ 10-15 കാര്യങ്ങൾ ഇനി ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ ഖുർആൻ്റെ ആളുകളല്ല. അപ്പോൾ എന്താണോ മുഅ്തസിലിയാക്കൾ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ശബാബിൽ വളരെ സങ്കടത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പുതിയ ഇസ്ലാഹിനെ കൊണ്ടുവരുന്ന ആളുകളെ അക്കലാനികൾ വിളിച്ച് വേദനിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മളോലെ അക്കലാനികൾ എന്ന് വിളിച്ചതിൽ യാഥാർത്ഥ്യമുണ്ട്. കാരണം മുഅ്തസിലിയാക്കൾ പറഞ്ഞു, നഖല് അഖലിന് എതിരായാൽ, തെളിവ് ബുദ്ധിക്ക് എതിരാണെങ്കിൽ ബുദ്ധിയെ പരിഗണിക്കണം എന്നാണ് ഓല വാദം. ശരിക്കും ബുദ്ധിക്ക് എതിരായ സ്വരീഹായ അഖലിന് എതിരായിട്ടൊരു നഖല് വരൂല എന്നാണ്. അങ്ങനെയല്ലല്ലോ, അതാണ് അഹ്ലുസുന്ന. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പ്രത്യേകം മറുപടി കൊടുത്തിട്ടുണ്ട് ആ വിഷയത്തിൽ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇവരെ കൂട്ടത്തിൽ ആളുകൾ പറയും, ഞങ്ങൾക്ക് ആ കഴിവുണ്ട്, ഞങ്ങൾക്ക് ഈ കഴിവുണ്ട്, അങ്ങനെ ഉണ്ട്. ശരിക്ക് ഈ പിന്നെ ഇവരെ നേതാക്കന്മാരെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയാൻ തോന്നുന്നത്, അതായത് ഭ്രാന്ത് പിടിച്ച ആളുകൾ പറയും, ഞാൻ ഡോക്ടറാണ്, ഞാൻ എൻജിനീയറാണ്, ഞാൻ അതാണ്. പക്ഷേ എല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓല അക്കല് പോയതുകൊണ്ടല്ലേ. ഇവരെ അക്കല് ശരിക്കും നക്കലിനെ ഉൾക്കൊള്ളാൻ പാകമായിട്ടില്ല. ആ മുഅ്തസിലിയത്തിലാണ് ഇവരുള്ളത്. അതുകൊണ്ട് ഒരു പുതിയ ഇസ്ലാഹിൻ്റെ മുഖം കൊണ്ടുവരുമ്പോൾ അത് എന്നിട്ട് ഇതിലുണ്ട് ബദഅൽ ഇസ്ലാമു ഗരീബ എന്ന ഹദീസിനെ പോലും ഒരു ശരിയല്ലാത്ത വ്യാഖ്യാനത്തിനെതിരെ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം യുസ്ലിഹൂനമാ അഫ്സറൻ നാസ് എന്നാണ്, എൻ്റെ സുന്നത്തിൽ നിന്ന് ആളുകൾക്ക് കേട് വരുമ്പോൾ അവരെ നന്നാക്കുന്നവരാണ് ഉറവാക്കൾ എന്നാണ് ഹദീസ്. അതിനെ ഇവരെ ആശയത്തിക്ക് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇവരെ സാധാരണക്കാർ പ്രത്യേകം നമ്മൾ ഓലെ മുന്നിൽ കാണുന്നത് അവർ മനസ്സിലാക്കുക, യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വിശ്വാസം, അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ, ഇതൊന്നും അവകാശപ്പെടാനുള്ള അർഹത ഇവർക്കില്ല. ആ അവസ്ഥ മാത്രമല്ല, പണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ എഴുതിയത്
ഇന്ന് അവർക്ക് പറയാൻ തരും എത്രത്തോളം. ഇപ്പോൾ ഇത് കെ എം മൗലവിന്റെ ഫത്വകൾ അവരിറക്കിയതാണ്. ഈ ഫത്വയിലുള്ള ഈ കാര്യങ്ങൾ ഇന്ന് അവരുടെ സ്റ്റേജിൽ നിന്ന് വായിക്കവർക്ക് തരില്ല. ഇസ്ലാമിക ജീവിതം അമാനി മൗലവി. അതെ, പ്രാർത്ഥന തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി, ചെറിയ കൂട്ടത്തിന് പുസ്തകമാണ്. ഇതിലുള്ള പലതും ഇന്ന് അവർക്ക് പറയാൻ തരില്ല. കാരണം മാറി. മുജാഹിദ് ഉസ്താദ് നമ്മൾ പറയുന്നു ഇന്നും അന്നും എന്നും നമ്മുടെ ആദർശത, അതിന് മാറ്റം. അതാണ് മുജാഹിദ് ഉസ്താദിന്റെ യഥാർത്ഥ പാരമ്പര്യം. ഈ പാരമ്പര്യത്തിന് തെറ്റിയിട്ട് ഹദീസ് പരിഹാസം, അന്ധവിശ്വാസ ആരോപണം, അതുപോലെ തന്നെ കുറെ തള്ള തങ്ങൾ ബുദ്ധി, ഇത് യഥാർത്ഥത്തിൽ മുജാഹിദ് ഉസ്താദിന്റെ പാരമ്പര്യമില്ല. പുസ്തകം കച്ചവടം ചെയ്യുന്നുണ്ട്. അത് ജമാഅത്ത് ഇസ്ലാമിക്കാർ രീതിയാണ്. ഓരോ സ്റ്റേജിൽ നിന്ന് പറയും, പക്ഷേ കച്ചവടം ഉസ്താദായിട്ട് നടക്കുകയും ചെയ്യും. അത് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ തിരിച്ചറിയേണ്ട ഒരു വൈരുദ്ധ്യം കൂടിയാണ്. ഏതായാലും 3 വിഷയങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. കുറച്ചു സമയം അധികം എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ ചർച്ച ചെയ്ത 3 വിഷയങ്ങളും നമ്മളുടെ പരലോക വിജയവും നമ്മുടെ സ്വർഗപ്രവേശനവുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ്. കേവലമായ ന്യായവാദങ്ങളും ന്യായീകരണങ്ങളുടെയും ഒക്കെ അപ്പുറത്ത് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോഴും പറയുന്നത്, സാധാരണക്കാർ ചിന്തിക്കണം ഇത്തരം ആളുകൾ എങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഏറ്റവും അവസാനം നമ്മളെടുത്ത ചർച്ചാ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 1ാമത്തെ പ്രസിഡൻ്റ് എഴുതിയ ആ പുസ്തകം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ കാണിച്ച പല പുസ്തകങ്ങളും അത് ഇന്നും ധൈര്യസമേതം നമുക്ക് പറയാൻ കഴിയുന്നു എന്നത് അവർ പഠിപ്പിച്ച ആ ശരിയായ ആ നേർമാർഗത്തിൽ നമ്മൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എവിടെയാണ് വ്യതിയാനങ്ങൾ സംഭവിച്ചത്, ആർക്കാണ് തെറ്റുപറ്റിയത് എന്ന് ചിന്തിച്ച് വളരെ നസീഹത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് ദുനിയാവിൻ്റെ അപ്പുറം നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വ്യത്യസ്ത വിഷയങ്ങൾ ചർച്ചക്കെടുക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.